സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങളൊന്നും കൂപ്പിക്കുകയെ, കണ്ണുകളടച്ച് ഈ ശുശ്രൂഷ സമയത്ത് ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും നിയോഗം മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് സമർപ്പിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം, പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോട്ട ആശ്രമത്തിലോട്ട് വന്നവർ എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു നിയോഗവുമായിട്ട് വന്നവരാണ്. വെറുതെ ഇവിടെ വന്നത് കാണാൻ വന്നവരല്ല, മറിച്ച് അഭിഷേകം പ്രാപിക്കാൻ വന്നവരാണ്. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും നിങ്ങൾ വെറുതെ സമയം കളയാനല്ല, മറിച്ച് കർത്താവ് ഇടപെടുന്ന സമയമാണ്. വിശ്വസിക്കണം, നിങ്ങൾ ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വെറുതെ കാണാനല്ല, മറിച്ച് അഭിഷേകം പ്രാപിക്കാനുള്ള ശുശ്രൂഷയാണെന്ന് തിരിച്ചറിയുക. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ആ നിയോഗത്തെ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുക. കർത്താവെ, ഇന്ന വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിച്ച് മടുത്തൊരു കാര്യമാവും. പക്ഷേ കർത്താവെ, എനിക്ക് അങ്ങയിൽ സമ്പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ അത്ഭുതകരമായി അങ്ങ് ഇടപെടും. വിശ്വസിക്കണം, ആഗ്രഹിക്കണം. ആ നിയോഗത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടൽ ആഗ്രഹിക്കുക. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് എവിടുന്ന? ഒരു പക്ഷേ കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയപ്പോഴാണോ? ഒരു പക്ഷേ നമുക്കുണ്ടായിരുന്ന പ്രാർത്ഥനാ ചൈതന്യം, വ്യക്തിപരമായി കൊന്ത ചെല്ലുന്നൊരു ശൈലി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയപ്പോഴാണോ? ഒരു പക്ഷേ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും ചേർന്നിരുന്ന് നമ്മളത് കുറഞ്ഞു പോയപ്പോഴാണോ നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്? മത്തായിയുടെ സുവിശേഷം 26 അധ്യായം അതിൻ്റെ 41 തിരുവചനം ഒന്ന് വായിച്ചാലോ? മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 41. മത്തായി 26 അതിൻ്റെ 41. മത്തായി 26:41 കിട്ടിയോ? വായിച്ചോ. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. യെസ്. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അതെ. അതായത് വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ശ്രദ്ധയെക്കുറിച്ചാണ്. ഒരു ശ്രദ്ധ. നമുക്ക് ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ വഴിയേ പോകുന്ന വയ്യാവേലി എല്ലാം വരും. ഈ ശിഷ്യന്മാർ ഗെത്സമീൻ തോട്ടത്തിൽ ഉണർന്നിരിക്കാത്തത് കൊണ്ടാണ്, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി അവരവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയത് കൊണ്ടാണ് പിന്നീട് അനേക തരത്തിലുള്ള തകർച്ചകൾ ശിഷ്യന്മാർക്ക് പോലും സംഭവിക്കുന്നത്. പത്രോസിന്റെ വീഴ്ചയുടെ കാരണം അവിടെ ഇരിക്കുന്നത്. മര്യാദയ്ക്ക് ഉണർന്നിരിക്കേണ്ട മനുഷ്യൻ ഉണർന്നിരിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? പത്രോസ് ആ രാത്രിയിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയെ തിരുവചനം പഠിപ്പിക്കുകയാണ്. ദൈവത്തോടും ദൈവകാര്യങ്ങളോടുമുള്ള ബന്ധം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഞ്ചാമതായിട്ട് പഠിക്കേണ്ട ഒരു മേഖല, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടരുത്. വില നഷ്ടപ്പെട്ടു പോകും. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം അതിന്റെ 30 തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 4 4 അധ്യായം അതിന്റെ 30 തിരുവചനം. 4:30 കിട്ടിയോ? തുറന്നു വായിക്കാം. ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന് ഒറ്റ വചനം കൂടെ വായിച്ചേ. 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19 5 അധ്യായം അതിൻ്റെ 19 തിരുവചനം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5 അധ്യായം 19 തിരുവചനം. 5 അധ്യായം 19 തിരുവചനം വായിക്കാം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ഈ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിന്റെ വില കുറയുന്നതിനുള്ള ഒരു കാരണത്തെക്കുറിച്ച് പറയാണ്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലോ ചിന്തകളിലോ ആലോചനകളിലോ ഏർപ്പെട്ടാൽ ഇത് നമുക്ക് സംഭവിക്കും. അടുത്തതായിട്ട് 6 നമ്മുടെ മുമ്പിലേക്ക് വിശുദ്ധ ഗ്രന്ഥം മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ലോകത്തോടുള്ള ബന്ധം നമുക്കെന്നും ഒരു ശത്രുതയായിട്ട് മാറും. അത് നമ്മളെ പഠിപ്പിക്കുന്നത്
1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 15, 16, 17. ഫസ്റ്റ് ജോൺ യോഹന്നാന്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 15, 16, 17 വായിച്ചാലോ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. കണ്ടോ ഇപ്പൊ ശ്രദ്ധിക്കുക. ഒന്ന് വലതുകര ഉയർത്തി വചനം ഏറ്റു പറഞ്ഞ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ. 17-ാം വചനം കണ്ടോ. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ഒറ്റ വചനം കൂടെ വായിച്ചോ. 2 തിമോത്തി 4-ാം അധ്യായം 10-ാം തിരുവചനം. അതായത് ലോകത്തോടുള്ള നമ്മുടെ അമിതമായിട്ടുള്ള അടുപ്പം നമുക്ക് എന്ത് സംഭവിക്കും? 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് ദേമാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയണത്. അയാള് ഈ ലോകത്തോടുള്ള അമിതമായ അടുപ്പം കാരണം അയാൾ എന്നെ വിട്ടുപോയി, ശുശ്രൂഷ ജീവിതം വിട്ടുപോയെന്നാ പറയണേ. ഇത് നമുക്കൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. വചനം പഠിപ്പിക്കുന്ന ലോകത്തോടുള്ള അമിതമായ അടുപ്പം സൂക്ഷിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്ഷമിക്കാത്ത ഹൃദയം. പ്രത്യേകം ഓർത്തോ, ദൈവസ്നേഹം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ക്ഷമിക്കാത്ത ഹൃദയം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 14, 15 സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 14, 15 തിരുവചനം. 14, 15 മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയാ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കുള്ള വില, പ്രത്യേകിച്ച് ദൈവകാര്യങ്ങളോടുള്ള വില നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കണം. ഒരു ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ കർത്താവ് ഈ ശുശ്രൂഷ സമയം ഒരുക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം തിരുവചനം ഉച്ചത്തിൽ ഏറ്റു പറയൂ. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. യാക്കോബ് ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ഒരു 4-5 പേർക്കെങ്കിലും കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയാ. നമുക്ക് തുടർന്ന് ആരാധന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും വില നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്ത ബന്ധത്തിൽ വില നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വില തിരിച്ചു പിടിക്കണം. കർത്താവ്, ഇത് അമൂല്യമായ ജീവിതമാണ്. ഇസ്രായേൽ ജനതയുടെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന പിന്നീട് അതായിരുന്നു. വിലയുണ്ടായിരുന്ന തേൻ ചേർത്ത അപ്പം പിന്നെ അവർ വിലയില്ലാണ്ടായി കണക്കാക്കിയത് കൊണ്ടാണ് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലൂടെ, ദുരന്തങ്ങളിലൂടെ അവർ കടന്നുപോയത്. പിന്നീടുള്ള അവരുടെ പ്രാർത്ഥനയായിരുന്നു, കർത്താവേ, അങ്ങ് വേഗം വരണമേ, മാറാനാത്ത വേഗം വരണമേ. ഹല്ലേലൂയാ. ആ വില തിരിച്ചറിഞ്ഞവർ പ്രാർത്ഥിച്ചു. ആ വിലയുടെ പ്രാർത്ഥനയുടെ കണ്ണുനീരിൻ്റെ ഉത്തരമാണ് ദിവ്യകാരുണ്യം. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ദീപികാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ പരിശുദ്ധ അൽത്താരയിൽ ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും, ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾക്കുള്ള വിലയെ തിരിച്ചറിയുവാൻ,
ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹവും വേണം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സമയം ആരാധനയുടെ ഗീതം പാടി പ്രാർത്ഥിക്കാം. സൈന്യവുമായി മേഘാരൂഢനായി വരും നിതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശുമിശിഹ. കരങ്ങൾ വീശി പഠിക്കേ. യേശുവേ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവികാരുണ്ണീശോയ്ക്ക് പരിശുദ്ധ പരമദിവികാരുണ്ണീശോയ്ക്ക് പരിശുദ്ധ പരമദിവികാരുണ്ണീശോയ്ക്ക് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ വലിയ സ്നേഹത്തിൻ്റെ വില പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു നൽകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ 4:8 പറയുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. രണ്ട് കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുക, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വലത് നിൽക്കുന്ന, ഇടത് നിൽക്കുന്ന, മുമ്പിലും പുറകിലും നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് നീ നിന്നെ തന്നെ അൾത്താരിൽ സമർപ്പിക്കുക. ഈശോയോട് പറയണം, ഈശോയെ, ഇതാണ് എൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് ഇപ്പോൾ ആയിരിക്കുന്ന നമ്മുടെ ജീവിതാവസ്ഥ. ഞാനൊരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതാവസ്ഥ, ഒരു കന്യാസ്ത്രീ എന്ന നിലയിൽ പ്രിയപ്പെട്ട സമർപ്പിതേ നിന്റെ അവസ്ഥ, വിവാഹ ജീവിതത്തിൽ കടന്നുപോയ ഓരോ വ്യക്തിയും
നിങ്ങളുടെ ജീവിത അവസ്ഥ എന്താണ്? അവസ്ഥ സമർപ്പിക്കുക. ജീവിത പങ്കാളിയോട് എങ്ങനെയാണ് ഇപ്പോൾ ജീവിതത്തിൽ സ്നേഹം പ്രകടമാക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ വഴക്കിൽ അസ്വസ്ഥതയിലാണോ? അവിശ്വസ്തത നിന്റെ കുടുംബത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വിവാഹ മോചനത്തെക്കുറിച്ച് പോലും നീ ചിന്തിക്കുന്നുണ്ടോ? നിന്നെ പല വഴികളിൽ ഭാരപ്പെടുത്തുന്നുണ്ടാവും. ഈ സമയം ഇത് ആൾത്താരിൽ സമർപ്പിക്കുക. നിനക്ക് നിന്റെ ജീവിത പങ്കാളി ഉണ്ടായിരുന്ന ആദ്യ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്താണ് നിന്റെ ഉള്ളിൽ സംഭവിച്ചത്? പല പല സംഭവങ്ങളും കാരണങ്ങളും ഒക്കെ നിന്റെ ഉള്ളിൽ കടന്നു വരും. നിനക്ക് പറയാൻ മാത്രം കുറേ കാര്യങ്ങളുണ്ടാകും. എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും തകർച്ച നമുക്ക് കടന്നു വന്നത്. മറ്റുള്ളവരെ നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റാത്തവണ്ണം നമ്മൾ തകർന്നു പോയത്. ഈ ശുശ്രൂഷ അവസരത്തിൽ 2 കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച്, കർത്താവെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു പിടിക്കണം. ഈ ശുശ്രൂഷ അവസരത്തിൽ കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങ് തന്ന കൃപയുടെ ആ വില നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ ഓർത്തുകൊണ്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മളെല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കുകയാണ്. ഇപ്പോൾ സ്തുതിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം എന്താണോ അത് സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭാരപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കുക. നിനക്കുള്ള പ്രശ്നത്തെ സമർപ്പിച്ച് സ്തുതിക്കുക. നിന്റെ സങ്കടങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കുക. നിന്റെ ഭാരങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കുക. യേശുവേ, 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 എന്റെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയോടുള്ള എൻ്റെ ബന്ധത്തിൽ എനിക്ക് പലപ്പോഴും പാളിച്ചകൾ വന്നു. കർത്താവേ, ഇതാ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ഞങ്ങൾക്ക് തിരിച്ചു വേണം. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം കടന്നു വരട്ടെ, ഒരു പുതിയ ശക്തി കടന്നു വരട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ഈശോയുടെ മുമ്പിലാണ്. ഇന്ന് എന്താണ് നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ? എന്താണ് നിന്റെ സ്നേഹബന്ധങ്ങളുടെ അവസ്ഥ? എങ്ങനെ ആയിരുന്നതാണ്? ഇപ്പോൾ എന്താണ് അവസ്ഥ? പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാം തിരുവചനം. സ്വർഗത്തിൽ നിന്ന് മന്ന കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, തേൻ ചേർത്ത അപ്പമാണ്. സംഗീത പുസ്തകം 11:8 എത്തുമ്പോൾ അവർ പറയുന്നു, ഇത് എണ്ണ ചേർത്ത് ചുട്ട അപ്പം പോലെ ഇരിക്കുന്നു. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് വിലകിട്ട അപ്പമാണ്, വിലയില്ലാത്ത അപ്പമാണ്. നിന്റെ ജീവിത അവസ്ഥ, പ്രത്യേകിച്ച് നിന്റെ ദൈവവിളി, ഒരു ഭാര്യയോ ഭർത്താവോ വൈദികനോ സിസ്റ്ററോ ആരുമാവട്ടെ, നിന്റെ ജീവിത അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. നിനക്ക് കിട്ടിയ വിളിയുടെ വില നഷ്ടപ്പെട്ടു പോയോ? ഇന്ന് നിനക്കത് വിലകെട്ട അപ്പമായി മാറിയോ? ഒരു പക്ഷേ ഇയാളെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്, ഇതെൻ്റെ ജീവിതത്തിൻ്റെ തെറ്റായിപ്പോയി, വിലകെട്ട അവസ്ഥയാണെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ടല്ലോ. കന്യാസ്ത്രീ ജീവിതം സന്യാസ സമർപ്പണത്തിലോട്ട് വന്നിട്ട് ഇതൊരു അബദ്ധമായെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് കഷ്ടമായിപ്പോയി, പെട്ടുപോയെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? സമർപ്പിക്കൂ. വൈദിക ജീവിത പശ്ചാത്തലത്തിൽ നീ ഇപ്പോൾ ഈ ആൾത്താരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സ്വയം ചോദിക്കേണ്ടതും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക വൈദികർ ചിന്തിക്കേണ്ടതും, എൻ്റെ പൗരോഹിത്യ വിളിയിൽ ഞാൻ ഇന്ന് ഏതവസ്ഥയിൽ നിൽക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് കിട്ടിയതിൻ്റെ വില നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? എവിടെയാണ് ഈ വില നഷ്ടപ്പെട്ടു പോയത്? ഇതാ നിന്നെ ഇന്ന് സമരിയാക്കാരി സ്ത്രീ ക്ഷണിക്കുന്നത് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. യഹൂദൻ എന്നാണ് യേശു ക്രിസ്തുവിനെ ആദ്യം ഈ സ്ത്രീ പരിചയപ്പെട്ടത്. പിന്നീട് പ്രഭോ എന്ന് വിളിക്കാൻ തുടങ്ങി. യാക്കോബിനേക്കാൾ വലിയവനെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. പിന്നീട് പ്രവാചകനെന്നെത്തി. അവസാനം പറഞ്ഞത് മിശിഹ ക്രിസ്തുവിനെ കണ്ടു എന്ന്. ഇതാ ഈ ശുശ്രൂഷ അവസരത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. സമരിയാക്കാരി സ്ത്രീ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഈ വിളി, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് സ്നേഹത്തിൻ്റെ വില കൊണ്ട് നിറയപ്പെടാൻ ആഗ്രഹിക്കാം. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്
പരിശുദ്ധാത്മാവാണ് നമുക്ക് വീണ്ടും ശക്തി നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ജീവിക്കാൻ, മുന്നോട്ട് ജീവിക്കാൻ ശക്തി, ബലം നൽകുന്നത്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവജനമേ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ആത്മാവേ, ആത്മാവേ, ഞങ്ങളുടെ ജീവിത വഴികളിൽ ഒരു പുതിയ അഭിഷേകമായിട്ട് പറന്നിറങ്ങണമേ. നഷ്ടപ്പെട്ടു പോയ വില തിരിച്ചറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങൾ പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഈ ശുശ്രൂഷ അവസരത്തിൽ ദൈവത്തിൻ്റെ കാറ്റടിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ അഗ്നി പറന്നിറങ്ങുന്ന സമയമാണ്. ഓരോരുത്തരും വിളിച്ച് പ്രാർത്ഥിക്കണം. ആരുടെയെങ്കിലും ഉള്ളിൽ നിരാശപ്പെടുന്ന അനുഭവം, ആരുടെയെങ്കിലും ഉള്ളിൽ കോടതി കയറിയ അവസ്ഥ, ആരുടെയെങ്കിലും ഉള്ളിൽ ഒറ്റപ്പെട്ട അവസ്ഥ, അവഗണിക്കപ്പെട്ട അവസ്ഥ ഉണ്ടോ? അതെല്ലാം സമർപ്പിക്കണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ കുടുംബത്തിൽ നിറയപ്പെടാൻ വേണ്ടി, നമ്മുടെ ബന്ധങ്ങൾ നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ്, അത്ഭുത ശക്തിയുടെ കൃപ ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ ദൈവിക ശക്തിയെ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ദൈവജനത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കൈകളടിച്ച് ശക്തിയോടെ കൈയടിച്ച് ചേർന്നു പഠിക്കേ. കാറ്റായി വീശണമേ, തീ കാറ്റായി. പാടാം, പാടാം, പാടാം. തീ കാറ്റായി. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ആമേൻ. അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി. ആമേൻ, ആമേൻ. തീ കാറ്റായി. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ പരിശുദ്ധാത്മാവേ എന്നൊന്ന് സ്തുതിച്ച്, ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ. വിടുതലിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ഞങ്ങൾ പ്രവർത്തിക്കണമേ. ആരാധന, 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 ആരാധന. കൈയടിച്ച, കൈയടിച്ച, കൈയടിച്ചേ. ശക്തിയോടെ പോരാ. ചേർന്ന്, ചേർന്ന്, ചേർന്ന് എല്ലാവരും. ഓ കർത്താവേ, ഞങ്ങളുടെ മരവിപ്പ് മാറ്റണമേ. ഞങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ കർത്താവ് ഞങ്ങൾക്ക് സ്നേഹം നൽകണമേ. ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകണമേ. ഞങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബലം നൽകണമേ. ഞങ്ങളുടെ വിളിയുടെ അന്തസത്ത മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. പരസ്പരം മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. ആഗ്രഹിക്കണം. ചേർന്ന് കൈയടിച്ചോ. നന്നായിട്ട് പ്രാർത്ഥിക്കാം. എന്നിൽ നിറയണമേ. ആമേൻ. ചേർന്ന് പാടാമോ? വിടുതലിന്റെ ആത്മാവേ, എന്നിൽ നിറയണമേ. അഗ്നി, പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ചാടിത്തുള്ളേ. അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി വീശണമേ, തീ കാറ്റായി. കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പഠിക്കേ, 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 പഠിക്കേ. കാറ്റായി വീശണമേ, തീ കാറ്റായി. കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം
ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവര് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ ചൂട് പിടിപ്പിക്കണമേ, ഞങ്ങളുടെ സ്നേഹം ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ. കർത്താവെ, കർത്താവെ, നിന്റെ ശക്തി ഞങ്ങൾ വെളിപ്പെടട്ടെ. അനേകരിലേക്ക് കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. പരിശുദ്ധ അൽത്താരിൽ നിന്നിലേക്ക് കൃപ ഒഴുകപ്പെടുന്നു. യേശു നിന്നെ തൊട്ട് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. അനേകരുടെ മേൽ കർത്താവിന്റെ അഭിഷേകം, വീണ്ടും ചൂട് പിടിപ്പിക്കുന്ന അഭിഷേകം കർത്താവ് നൽകുന്നു. ആരാധന, 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 ആരാധന. ഒരു പുത്തൻ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുന്നു. യേശുവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ദൈവമേ, അങ്ങ് ഞങ്ങൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ചേ, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചൊന്ന് അനുഗ്രഹിച്ചേ. എന്നിട്ട് നമുക്ക് മുട്ടുകുത്താം. കർത്താവിന്റെ കാരുണ്യം നമ്മൾ ഒഴുകുകയാണ്. ഇവിടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത, ഓൺലൈൻ പങ്കെടുത്ത എല്ലാവരും വിശ്വസിക്കണം, എൻ്റെ മേൽ കർത്താവിന്റെ കാരുണ്യമുണ്ട്. എൻ്റെ മേൽ കർത്താവിന്റെ കാരുണ്യമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. തീരുമാനം എടുക്കണം. യാക്കോബ് ശ്ലീഹ 4:8, ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനം. സംഭവിച്ചത് സംഭവിച്ചു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇന്നലകളിൽ ഉണ്ടായ സംഭവങ്ങൾ എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ നീ തീരുമാനം എടുക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം എന്നോട് ചേർന്ന് നിൽക്കും. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ അവസരത്തിൽ ഞാൻ അത് ഏറ്റെടുക്കുന്നു. കർത്താവേ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും അതൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയോട് പറയണം, ഈശോയെ, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും വലിയ ഒരു കൃപയായി മാറട്ടെ. ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.